വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാ വെജിറ്റബിൾസും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറേശ്ശെ എടുക്കുക. ഇതെല്ലാ വെജിറ്റബിൾസും കൂടിയിട്ട് ഒരു 750 ഗ്രാം ഉണ്ടാവും. ഈ വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയൊരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി കുറച്ച് ചേർത്തിട്ട് പച്ചമുളക് കൂടുതൽ ചേർക്കാം. കുറുമയുടെ കളറ് ചെറുതായിട്ടൊരു യെല്ലോ കളറായിരിക്കും. അപ്പോൾ മുളകിൻ്റെ പൊടി കുറച്ച് ചേർത്താൽ മതി. ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ. ഈ കറിയിലേക്ക് മസാല പൊടിയായിട്ടല്ല ചേർക്കുന്നത്, മസാല മുഴുവനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എണ്ണയിലിട്ടിട്ട് വറുക്കാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കോലം എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, ഒരു 5 ഏലക്കായ, 2 ബേ ലീവ്സ്, ഒരു 2 പിഞ്ച് കുരുമുളക്, ഒരു 6 കരിയാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിപത്രി ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി കൂടിയും ചേർക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ സാധാരണ ചേർക്കാത്ത ഒരു മസാലയും കൂടി വേണം. ഇതിൻ്റെ പേര് സ്റ്റോൺ ഫ്ലവർ എന്നാണ്. ഇതിനെ തമിഴിൽ കൽപ്പാസം എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇന്ത്യൻ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ ഇതേപോലത്തെ സെയിം ടിന്നിൽ തന്നെയാണ് ഇത് വാങ്ങിച്ചിരുന്നത്. ഇതെങ്ങനെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ ഇരിക്കുക. ഇത് നമ്മൾ കറിയിൽ നമ്മൾ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇത് കറിയിൽ ചേർക്കുമ്പോൾ ഇതേപോലത്തെ 2 ചെറിയ ഫ്ലവർ മാത്രം ചേർത്താൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് സ്ട്രോങ് ആണത്. പിന്നെ ഈ കറിയിലേക്ക് തേങ്ങ നമ്മൾ അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട്, 1/2 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 6 കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഈ കിസ്മിസ് സാധാരണ വെജിറ്റബിൾ കുറുമയിൽ ചേർക്കാറില്ല. പക്ഷേ ഈ കിസ്മിസ് കൂടിയിട്ട് നമ്മൾ ഈ തേങ്ങയുടെ കൂടെ അരച്ച് കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറുമയ്ക്ക് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുകയും ചെയ്യും. ഈ കിസ്മിസിൻ്റെ ചെറിയൊരു പുളി ഉണ്ടാവുകയും ചെയ്യും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ കിസ്മിസ് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വെജിറ്റബിൾ കുറുമയാക്കാമെന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം, കാഷ്നട്ട് ചേർക്കാം, കസ്കസും കിസ്മിസും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാം. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണേനേക്കാളും നല്ലത് വെജിറ്റബിൾ ഓയിലാണ് ഈ വെജിറ്റബിൾ കുറുമയ്ക്ക്. ഈ ചൂടായ ഓയിലിലേക്ക് ഗരം മസാല ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഗരം മസാലകൾ ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് ജീരകം കൂടിയും ചേർക്കാം. കുറച്ച് സ്റ്റോൺ ഫ്ലവർ ചേർക്കാം. ഞാൻ ഇതേപോലത്തെ 2 ചെറിയ ഫ്ലവറാണ് ചേർക്കുന്നത്. ഈ ഗരം മസാല നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം, അല്ലെങ്കിൽ ജീരകമൊക്കെ നമ്മൾ ഇട്ട ഒഴിക്കാൻ തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ മസാലകളെല്ലാവരും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ സവോളയും പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഈ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെയും നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം. ഈ മസാലപ്പൊടികളെല്ലാവരും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മസാലപ്പൊടികൾ നമ്മൾ ചേർക്കുമ്പോൾ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. മസാലപ്പൊടികൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ചെറുതായിട്ടൊരു കൈപ്പരസം വരും. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമുക്ക് തക്കാളിയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ നമുക്ക് വേറെ രണ്ടാമത് ഉപ്പ് ചേർക്കാം.
ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തക്കാളി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തിട്ട് തക്കാളിയുടെ എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഫ്രോസൺ ഗ്രീൻ പീസും കൂടിയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഏറ്റാദ്യം വേവിച്ചെടുക്കാം. ഈ സ്റ്റോൺ ഫ്ലവർ എന്ന് പറഞ്ഞ മസാല സാധാരണ കരയക്കുടിയുടെ മസാലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു മെയിനായിട്ട് ചേർക്കുന്നതാണ് ഈ സ്റ്റോൺ ഫ്ലവർ. നമ്മൾ ചിക്കൻ കറിക്ക് വെക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയിലേക്ക് ഈ സ്റ്റോൺ ഫ്ലവർ വളരെ കുറച്ച് ചേർക്കാം. കൂടുതൽ ചേർക്കരുത്, കുറച്ച് ചേർക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കഷ്ണങ്ങൾ ഏറ്റാദ്യം വേവിച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ കുറേ നേരം ഇട്ടിട്ട് നമ്മൾ വേവിക്കരുത്. കുറേ നേരം കോളിഫ്ലവറൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കോക്കനട്ടിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഞാൻ ഈ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ കാഷ്നട്ട് ചേർത്തേക്കണം. ഈ കറി അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ കറി നന്നായിട്ട് അങ്ങോട്ട് തിക്കായി പോവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി ചെറുതായിട്ട് തിക്കായിട്ട് വരണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് നമ്മൾ ആ തേങ്ങയുടെ പേസ്റ്റ് ചേർക്കുമ്പോൾ അതനുസരിച്ച് വെള്ളം കൂടിയും ചേർക്കണം. ഈ കറി നമുക്ക് മൂടി വയ്ക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. കറിയിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ കറി ഇരുന്നിട്ടും ചെറുതായിട്ടൊന്ന് തിക്കാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് കറി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. വെള്ളോട്ടു വിളക്കിൽ